ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട് ഇന്ത്യ അഗ്നി-5 ബാലിസ്റ്റിക് മിസൈൽ വളരെ വിജയകരമായിട്ട് പരീക്ഷണം നടത്തി, അല്ലെങ്കിൽ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഫിലിപ്പീൻസുമായിട്ടുള്ള കച്ചവടത്തിൻ്റെ ധാരണയായി. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കും, എന്താണ് ഒരു ബാലിസ്റ്റിക് മിസൈൽ, എന്താണ് ഒരു ക്രൂയിസ് മിസൈൽ. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഒരു ക്രൂയിസ് മിസൈൽ എപ്പോഴും ഭൂമിയുടെ ലോവർ ആൾട്ടിറ്റ്യൂഡിൽ കൂടി നേർരേഖയിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ആയിരിക്കും അത് സഞ്ചരിക്കുക. എന്താണ് ഒരു ക്രൂയിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഹൈവേയിൽ കൂടെ വാഹനങ്ങൾ ക്രൂയിസ് ചെയ്യുന്നത് പോലെ ആകാശത്തിൽ കൂടെ ഒരു ക്രൂയിസ് മിസൈൽ വളരെ സ്മൂത്തായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് അത് എത്തിച്ചേരും. ക്രൂയിസ് മിസൈലുകൾ ഇങ്ങനെയുള്ള സഞ്ചാരം നടത്തുന്നത് ജെറ്റ് എൻജിൻസിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇവയ്ക്ക് വേണ്ടതായിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുവാനായിട്ട് ഇൻബിൽട്ട് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റംസും ഉണ്ടായിരിക്കും. വേണമെങ്കിൽ വളരെ താഴ്ന്ന ആൾട്ടിറ്റ്യൂഡിൽ കൂടെ സഞ്ചരിക്കുവാനും കൂടാതെ റഡാറിൻ്റെ ഡിറ്റക്ഷൻസ് ഒക്കെ ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യുവാനും ക്രൂയിസ് മിസൈലുകൾക്ക് സാധിക്കുന്നതാണ്. ഇനി നമ്മളൊരു ബാലിസ്റ്റിക് മിസൈൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ശക്തി നൽകുന്നത് റോക്കറ്റ് എഞ്ചിൻ ആയിരിക്കും. അതിന് ശക്തി നൽകുന്നത് ഒരു ജെറ്റ് എഞ്ചിൻ ആയിരിക്കുകയില്ല. ഇവ രണ്ടും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം, ജെറ്റ് എഞ്ചിൻസിന് വേണ്ട ഇന്ധനം ജ്വലിക്കുവാൻ വേണ്ടുന്ന ഓക്സിജൻ ലഭിക്കുന്നത് നമ്മുടെ എയറിൽ നിന്ന് തന്നെയാണ്. എന്നാലൊരു റോക്കറ്റ് എഞ്ചിന് അതിൻ്റെ ഇന്ധനം ബേൺ ചെയ്യുവാനുള്ള ഓക്സിജൻ അതിൻ്റെ കൂടെ തന്നെ അത് ക്യാരി ചെയ്യുകയാണ് ചെയ്യുക. അതെന്തിനാണെന്നാൽ നമുക്കൊരു സ്പേസിലേക്കൊക്കെ പോകുന്ന സമയത്ത് സ്പേസിൽ ഓക്സിജൻ്റെ അഭാവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട ഓക്സിജൻ അതിൻ്റെ കൂടെ തന്നെ ക്യാരി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്താൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ബാലിസ്റ്റിക് ട്രജക്ടറി അത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു പരാബോളിക് ഷേപ്പിലായിരിക്കും കാണപ്പെടുക. അതായത് ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്താൽ വളരെ ഉയരങ്ങളിലേക്ക് പോവുകയും ഒരു പരാബോള ഫോം ചെയ്യുകയും അതിനുശേഷം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ കൂടെ സഹായത്തോടുകൂടി എത്തിച്ചേരുകയും ചെയ്യും. ക്രൂയിസ് മിസൈലുകളും കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ പരാബോളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നീട് അത് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോവുകയും ഇതിനിടയിൽ ഇതിൻ്റെ ഡയറക്ഷൻസ് മാറ്റുവാനോ ഡിഫറൻറ്റ് മനൂവേഴ്സ് പെർഫോം ചെയ്യുവാനോ ഒക്കെ അതിനുള്ളിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള പ്രോഗ്രാം അനുസരിച്ചുകൊണ്ട് ഒരു ക്രൂയിസ് മിസൈലിന് സാധിക്കുന്നതാണ്. ഒരു ബാലിസ്റ്റിക് മിസൈൽ ഭൂമിയുടെ ലോവർ എർത്ത് ഓർബിറ്റ് വരെ ഏകദേശം 1500-2000 കിലോമീറ്റർ വരെ ഉയരങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈലിന് സാധിക്കുന്നതാണ്. ഇതിന് നശിപ്പിക്കേണ്ട ടാർഗറ്റ് എത്ര ദൂരത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് ഇത് എത്ര ഉയരങ്ങളിലേക്ക് പോകണം എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഒരു ക്രൂയിസ് മിസൈൽ അങ്ങനെയല്ല. ഒരു ഫ്യൂ 100 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഉയരങ്ങളിൽ മാത്രമേ ഒരു ക്രൂയിസ് മിസൈൽ സഞ്ചരിക്കുകയുള്ളൂ. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും കുറേ കൂടി ഒരു താഴ്ന്ന ആൾട്ടിറ്റ്യൂഡിലേക്ക് വരികയും ക്രൂയിസ് ചെയ്യുകയും ചെയ്തിട്ടാകും ഒരു ക്രൂയിസ് മിസൈൽ ടാർഗറ്റിൽ എത്തിച്ചേരുക. എന്നാൽ ഒരു ബാലിസ്റ്റിക് മിസൈലിന് ഇങ്ങനൊരു ക്രൂയിസിങ് സാധ്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലാണ്. എന്നാലൊരു ബാലിസ്റ്റിക് മിസൈൽ ഇതിൻ്റെ ഏകദേശം 5 ഇരട്ടി ഉയരത്തിൽ വരെ ഏകദേശം 2000 കിലോമീറ്റർ വരെ എത്തിച്ചേരാൻ സാധിക്കും. എന്നാലൊരു ക്രൂയിസ് മിസൈൽ അങ്ങനെയല്ല. ജസ്റ്റ് ഒരു ഫ്യൂ 100 കിലോമീറ്ററുകൾ ഉയരത്തിൽ മാത്രമേ ഒരു ക്രൂയിസ് മിസൈൽ ഫ്ലൈ ചെയ്യാറുള്ളൂ. സപ്പോസ് ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ടാർഗറ്റിൽ ഒരു ഗ്രൗണ്ട് ബേസ്ഡ് റഡാർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു റഡാറിന് ഒരു സെർട്ടൻ ഫീൽഡ് ഓഫ് വ്യൂ മാത്രമായിരിക്കും ഉണ്ടാവുക. അതിനുള്ളിലാകും ആ റഡാറിന് ഇൻകമിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇവിടെ നമുക്കൊരു എനിമി റഡാറുണ്ട്. അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും, ഒരു ഗ്രൗണ്ട് ബേസ്ഡ് റഡാറിന് ബാലിസ്റ്റിക് മിസൈലുകളെ വളരെ നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ക്രൂയിസ് മിസൈൽ വളരെ താഴ്ന്ന ആൾട്ടിറ്റ്യൂഡിൽ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് വളരെ താമസിച്ചിട്ടായിരിക്കും. ഇങ്ങനെയുള്ള ഈ ക്രൂയിസ് മിസൈലുകൾ ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് താഴ്ത്തും തോറും റഡാറിന് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ വേഗതയിലും വലിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ഏകദേശം 24,000 കിലോമീറ്റർ അവറാണ്. അതിനൊരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണ്. ഒരു 10,000 കിലോമീറ്റർ അകലെയുള്ള ഒരു ടാർഗറ്റിലേക്കാണ് നമ്മുടെ ICBM അല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈലിന് എത്തിച്ചേരേണ്ടതെങ്കിൽ വെറും 30 മിനിറ്റ് മുതൽ 35 മിനിറ്റ് കൊണ്ട് സമയം കൊണ്ട് ഇത് ഈ 10,000 കിലോമീറ്റർ അകലെയുള്ള ഈ ടാർഗറ്റിൽ അത് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ക്രൂയിസ് മിസൈലിന് ഇത്രയും വേഗതയൊന്നുമില്ല. ഇത് സാധാരണ മാർക്ക് 2 മാർക്ക് 3 വേഗതയിലായിരിക്കും സഞ്ചരിക്കുക. നിലവിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ മണിക്കൂറിൽ ഏകദേശം 3700 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും സഞ്ചരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്രൂയിസ് മിസൈലുകളെന്ന് പറയുന്നത് ബലിസ്റ്റിക് മിസൈലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സാവധാനമാണ് സഞ്ചരിക്കുന്നത്. ഈവൻ 3700 km/h എന്ന് പറയുന്നത് നല്ലൊരു വേഗതയാണെങ്കിലും അത് നമ്മുടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ 24,000 km/h എന്ന വേഗതയായിട്ട് വരുന്ന സമയത്തേക്ക് താരതമ്യേന ചെറിയൊരു വേഗതയായിട്ട് അത് മാറും. അപ്പോൾ ഇത്രയാണ് ഒരു ക്രൂയിസ് മിസൈലും ബാലിസ്റ്റിക് മിസൈലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് പറയുക. നിങ്ങളത് പറയുന്ന സമയത്ത് മാത്രമേ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ക്രിറ്റിസിസം ഉണ്ടെങ്കിലോ പോസിറ്റീവ്സോ നെഗറ്റീവ്സോ എന്തുണ്ടെങ്കിലും നിങ്ങളത് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, നിങ്ങളത് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ കാണാം.